ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ സുധീഷ് കുമാർ അറസ്റ്റിൽ. കേസിലെ മൂന്നാം പ്രതിയാണ് സുധീഷ് കുമാർ. 2019 ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു. സുധീഷ് കുമാർ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കി പുറത്തേക്ക് ഇറക്കി സുധീഷ് കുമാറിനെ അല്പസമയം മുൻപ്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അനന്തൻ, കൂടുതൽ ആളുകളിലേക്ക്, കൂടുതൽ വലിയ തലങ്ങളിലുള്ള ആളുകളിലേക്ക് അന്വേഷണ സംഘം എത്തുകയാണ്. ആര്യ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലാകുന്ന മൂന്നാമത്തെ പ്രതിയാണ് സുധീഷ് കുമാർ. 2019 ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു. സുധീഷ് കുമാർ എക്സിക്യൂട്ടീവ് ഓഫീസറായിരിക്കുന്ന സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ദ്വാരപാലക പാളികളിലെ കവചങ്ങൾ, തങ്കം പൊതിഞ്ഞ കവചങ്ങൾ എടുത്തു കൊടുത്തത്. അതുമായി ബന്ധപ്പെട്ട രേഖകൾ തയ്യാറാക്കിയത്, ചെമ്പ് എന്ന് പറയുന്ന രേഖകളൊക്കെ തയ്യാറാക്കിയത് സുധീഷ് കുമാറാണ്. ആ സുധീഷ് കുമാറിനെ ഇന്നലെയാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ഇന്നലെ രാത്രിയോടെ 11 മണിയോടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇപ്പോൾ റാന്നി കോടതിയിൽ ഹാജരാക്കാൻ SIT ഉദ്യോഗസ്ഥർ ഈഞ്ചക്കിൽ നിന്ന് കൊണ്ടുപോയി. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ സുധീഷ് കുമാറിൻ്റെ വൈദ്യപരിശോധന നടപടികൾ പുരോഗമിക്കുന്ന ദൃശ്യങ്ങളാണ്. ഈ വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് സുധീഷ് കുമാറിനെ റാന്നി കോടതിയിലേക്ക് കൊണ്ടുപോവുക. അവിടെ കൊണ്ടുപോയി കസ്റ്റഡി ആവശ്യപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ഇന്നലെ മണിക്കൂറുകളോളം സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്തു. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് രേഖകളൊക്കെ വിളിച്ചു വരുത്തി അത് ഉൾപ്പെടെ വെച്ചിട്ടായിരുന്നു ചോദ്യം ചെയ്യൽ പുരോഗമിച്ചത്. ഇന്നലെ രാത്രി അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം 11:30 ജനറൽ ആശുപത്രിയിലെത്തി വൈദ്യപരിശോധന നടത്തിയിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ രാവിലെ വീണ്ടും വൈദ്യപരിശോധന നടത്തുകയാണ്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണിത്. കാരണം മുരാരി ബാബുവിന് മുകളിൽ 2019 മുരാരി ബാബുവിൻ്റെ നിർദ്ദേശം ഒക്കെ നടപ്പാക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ ദേവസ്വം ബോർഡിലേക്ക് അതിൻ്റെ ശുപാർശ നൽകുന്നത് ഈ സുധീഷ് കുമാറാണ്. അപ്പോൾ സുധീഷ് കുമാറിലൂടെ എത്രത്തോളം പങ്കാളിത്തം ഈ കാര്യത്തിൽ അന്നത്തെ ദേവസ്വം ബോർഡിനുണ്ട് എന്ന കാര്യങ്ങളിലൊക്കെ വ്യക്തമാകും. കാരണം ഈ മുരാരി ബാബു ഈ ചെമ്പ് എന്ന രേഖ ഉണ്ടാക്കുമ്പോൾ അത് തടയിടാൻ കെൽപ്പുള്ള അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥനായിരുന്നു സുധീഷ് കുമാർ. എന്നിട്ടും സുധീഷ് കുമാർ ആ നടപടിക്ക് ഒപ്പം നിന്നു. മാത്രമല്ല, മഹസറിൽ കൃത്രിമം കാണിച്ചു. മഹസറിൽ സ്ഥലത്തില്ലാത്തവരുടെ പേര് എഴുതുകയും അവരുടെ ഒപ്പ് രേഖപ്പെടുത്താതിരിക്കുകയും ഒക്കെ ചെയ്ത് കൃത്രിമം കാണിക്കുകയും ചെയ്തു. അതെല്ലാം ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ വ്യക്തമായിട്ടുണ്ട്. സുധീഷ് കുമാറിന് ഈ ഗൂഢാലോചനയിലും ഇതിൻ്റെ ഈ മോഷണത്തിലും പങ്കുണ്ട് എന്ന് കണ്ടതിനെ തുടർന്നാണ് SIT അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് ദേവസ്വം ബോർഡിൻ്റെ മുൻ ഉദ്യോഗസ്ഥർ പ്രതികളായിട്ടുണ്ട്. അവരെല്ലാം വിളിച്ചു വരുത്തും. ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചെയ്യൽ കൂടി ഇന്നലെ നടന്നിരുന്നു. അത് CK വാസുദേവനാണ്, വ്യവസായി, കോട്ടയം സ്വദേശി, പള്ളിക്കത്തോട് സ്വദേശി, CK കൺസ്ട്രക്ഷൻസിൻ്റെ ഉടമ. ഇയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒപ്പം ഈ വാതിൽ പാളി സമർപ്പിക്കുന്നതിലും ദ്വാരപാലക ശില്പങ്ങളിലുമൊക്കെ സ്പോൺസറായിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ ശബരിമലയിലേക്ക് കൊണ്ടുവന്ന സ്വർണം പൂശിയ എല്ലാ ഉരുപ്പടികളും ഏറ്റവും ഒടുവിൽ ശബരിമല എത്തുന്നതിന് മുമ്പ് ഈ ഇളമ്പള്ളി ധർമ്മശാസ്ത്ര ക്ഷേത്രം, അത് CK വാസുദേവൻ്റെ ഉപദേശക സമിതിയായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിലാണ് പൂജകൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ CK വാസുദേവന് ഇതുമായി ബന്ധമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളെക്കുറിച്ച് അറിവുള്ള വ്യക്തിയാണ്. മാത്രമല്ല, കാണാതായ പീഠം 4 വർഷത്തോളം സൂക്ഷിച്ചത് CK വാസുദേവൻ്റെ വീട്ടിലായിരുന്നു എന്നുള്ളത് പിന്നീട് വ്യക്തമാവുകയും ചെയ്തു. അപ്പോൾ CK വാസുദേവനെ ഇന്നലെ രാത്രി വൈകും വരെ ചോദ്യം ചെയ്തതിന് ശേഷം വിട്ടയച്ചതാണ്. ഇന്നിപ്പോൾ വീണ്ടും വിളിപ്പിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും അന്വേഷണം ദേവസ്വം ബോർഡിലേക്കും ഇതിൻ്റെ ഗൂഢാലോചന സംഘത്തിലേക്കും ഒക്കെ വഴിമാറുകയാണ്. ആര്യ, ശരി, നമ്മൾ ഈ കാണുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളാണ്. സുധീഷ് കുമാർ അറസ്റ്റിലായിട്ടുണ്ട്. 2019 ചുമതല വഹിച്ചത് സുധീഷ് കുമാറാണ്. അപ്പോൾ ദേവസ്വം ബോർഡിലെ ഉന്നതരിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഈ അറസ്റ്റ് നമുക്ക് നൽകുന്നത്. ഇത് സ്വർണ്ണ കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ അറസ്റ്റാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, ഇപ്പോൾ സുധീഷ് കുമാറും.